ശ്രീമാത്സ്. ഞാനിവിടെ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ആയിട്ട് PSCയുടെ LGS മുൻവർഷ ചോദ്യങ്ങൾ വിശദമായി ഡിസ്കസ് ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഇവിടെ n+n+n-1 എന്ന് പറയുന്നത് 98 ആയാൽ n² വില എത്ര? n+n+n അതായത് 3 times n, അതായത് 3 × n -1 എന്ന് പറയുന്നത് 98, അതായത് 3n - 1 എന്ന് പറഞ്ഞാൽ 98. ഇപ്പോൾ x+x+x+x+x 4 ടൈംസ് ആയാൽ 4x ആണ്. അതേപോലെ n+n+n 3 ടൈംസ് ആയാൽ 3n ആണ്. അപ്പോൾ 3n ഇവിടെ ഇട്ടിട്ട് ഈ 1 അങ്ങപ്പുറം കൊണ്ടുപോകണം. 3n = 98. ഈ -1 സമത്തിന് വലതുവശം ചെല്ലുമ്പോൾ +1, അതായത് 99. 3n-ൻ്റെ വില 99. അങ്ങനെയാണെങ്കിൽ n-ൻ്റെ വില എത്ര കിട്ടും? 99 കൂടെ കിടക്കുന്ന 3 വെച്ച് ഡിവൈഡ് ചെയ്യുക, അതായത് 33 കിട്ടും. 33 കിട്ടും. നമുക്ക് n അല്ല ചോദിച്ചേക്കുന്നത്, n² ആണ്. n 33 ആണെങ്കിൽ n² എന്ന് പറയുന്നത് 33-ൻ്റെ സ്ക്വയറാണ്. സ്ക്വയർ കാണാൻ ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞിട്ടുണ്ട്. 33-ൻ്റെ സ്ക്വയർ കാണാൻ ആദ്യം ഈ 3-ൻ്റെ സ്ക്വയർ എഴുതുക, പിന്നെ ഈ 3-ൻ്റെ സ്ക്വയർ എഴുതുക. അപ്പോൾ ഇടയ്ക്ക് 2 അക്കം അല്ലല്ലോ, എന്തായാലും 3 അക്കം ആണല്ലോ വരുന്നത്. അതുകൊണ്ട് ഇടയ്ക്ക് ഒരു 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് 3ഉം കൂടെ ഗുണിക്കുക. 2ഉം 3ഉം കൂടെ 2 18. ഒറ്റയുടെ സ്ഥാനം വിട്ട് എഴുതിയിട്ട് കൂട്ടുക. 1089. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഒരിക്കൽ കൂടി പറയാം. ഇവിടെ ചോദ്യം n+n+n-1 എന്ന് പറയുന്നത് 98 ആയാൽ n² വില കാണുക. n+n+n എന്ന് പറഞ്ഞാൽ 3 ടൈംസ് n, 3n - 1 എന്ന് പറയുന്നത് 98 ആണ്. അപ്പോൾ 3n എന്ന് പറയുന്നത് 98 + 1, അതായത് ഈ -1 സമത്തിന് വലതുവശം ചെല്ലുമ്പോൾ +1 ആകും. 3n-ൻ്റെ വില 99 ആണ്. അപ്പോൾ n-ൻ്റെ വില കാണാൻ 99-നെ കൂടെ കിടക്കുന്ന 3 വെച്ച് ഹരിക്കുക, 33. അതായത് n 33. നമ്മുടെ ചോദ്യം n² ആണ്. n² കാണാൻ എന്ത് ചെയ്യണം? 33-ൻ്റെ സ്ക്വയർ. സ്ക്വയർ കാണാൻ ഒരു എളുപ്പവഴി പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഇതിൻ്റെ സ്ക്വയർ എഴുതുക 9, പിന്നെ ഇതിൻ്റെ സ്ക്വയർ എഴുതുക അടുത്ത ഇപ്പുറത്തെ സംഖ്യയുടെ. എന്നിട്ട് 2 അക്കമല്ല, അതുകൊണ്ട് ഇടയ്ക്ക് ഒരു 0 കൊടുക്കണം. എന്നിട്ട് ഇത് 3ഉം കൂടെ ഇൻറ്റു ചെയ്യുക. 2 3 3, അതായത് 2 3 6 3 18. ഒറ്റയുടെ സ്ഥാനം വിട്ടിട്ട് എഴുതിയിട്ട് കൂട്ടുക. 1089. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1089 n² വില. ഇനി അടുത്തത് വേറൊരു ചോദ്യം. 2x/8-ൻ്റെ വില 1 ആയാൽ x-ൻ്റെ വില കാണുക. 2x/8 എന്ന് പറയുന്നത് 1 ആണ്. അതായത് 2x ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് പോരും. 8 × 1, അതായത് 8. 2x-ൻ്റെ വില 8 ആണ്. അപ്പോൾ ഈ റൈറ്റ് സൈഡിലുള്ളത് 2-ൻ്റെ പവറാക്കി എഴുതണം. അപ്പോൾ നമുക്ക് കൃത്യങ്ക നിയമം വെച്ച് എഴുതാം. 2x = 8 എന്ന് പറഞ്ഞാൽ 2³ 2 × 2 × 2 3 തവണ ഗുണിക്കുന്നത്. 2x = 2/3. അതായത് ഇവിടെ എക്സ്പൊണൻഷ്യൽ തിയറി കൃത്യങ്ക നിയമം അനുസരിച്ച് ബേസ് തുല്യമാണ്. ഇവിടെ 2 ആണ് രണ്ടിടത്തും. അങ്ങനെയാണെങ്കിൽ പവേഴ്സ് തുല്യമായിരിക്കും. ഈ പവേഴ്സ് തുല്യമായിരിക്കും. x-ൻ്റെ വില 3 ആണ്. ഇത് ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇത് കൂടി പറയാം. 2x 2x/8 = 1 ആയാൽ നമുക്ക് 2x കാണാൻ ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. 8 × 1 വിച്ച് ഇംപ്ലൈസ് 2x-ൻ്റെ വില 8 × 1 എന്ന് പറഞ്ഞാൽ 8. അതായത് 2x = 2³ 8 എന്ന് പറഞ്ഞാൽ ഈ 2-ൻ്റെ പവറാക്കി എഴുതണം. കൃത്യങ്ക നിയമം അനുസരിച്ച് ബേസ് തുല്യമായാൽ എക്സ്പൊണൻഷ്യൽ തിയറി പവേഴ്സ് തുല്യമായിരിക്കും. ഇവിടെ പവർ ഏതാണ്? x ഉം 3ഉം. അതായത് x-ൻ്റെ വില 3 ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം.
12% പകുതി. 12% എന്താണ്? എത്ര? 12 × 2 + 1/2 അതായത് 12 24 25/2 ശതമാനം എന്ന് പറയുമ്പോൾ 1/100. അതായത് ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/8. അതിൻ്റെ പകുതി, അതായത് ഹാഫ് ഓഫ് 1/8 സമം 1/2 × 8, അതായത് 1/16. 1/16 എത്രയാണെന്ന് നമുക്ക് നോക്കാം. 16 വെച്ച് ഹരിച്ച് നോക്കാം. ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു, 0 കൊടുത്തു. 10 പറ്റാത്തതുകൊണ്ട് ഇവിടെ ഒരു 0 കൊടുത്തു, വീണ്ടും 0 കൊടുത്തു. 16 6 96 ശിഷ്ടം 4. പിന്നെ പോയിന്റ് ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് ഇനി 0 കൊടുക്കാം. 16 2 32 8 80 16 5 80. അതായത് 0.025. വെറും ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ 0. 1നെ 16 കൊണ്ട് ഹരിക്കുക. 16 കൊണ്ട് ഹരിക്കുമ്പോൾ ഇവിടെ പറ്റാത്തതുകൊണ്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു, ഇവിടെ 0 കൊടുത്തു. വീണ്ടും പറ്റാത്തതുകൊണ്ട് ഹരണഫലത്തിൽ ഒരു 0 കൊടുത്തിട്ട് ഇവിടെ കൊടുത്തു. 16 6 96. പിന്നെ 4 പോയിന്റ് ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ 0 കൊടുക്കാം. 16 2 32 ശിഷ്ടം 8. പോയിന്റ് ഇട്ടേക്കുന്നതുകൊണ്ട് 0 കൊടുക്കാം. 5, അതായത് 0.0625, അതായത് 0.0625 എന്ന് വരും. ഇനി 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 60 തന്നിട്ടുണ്ട്. ഇരട്ട സംഖ്യകളായാലും ഒറ്റ സംഖ്യകളായാലും ഗ്യാപ്പ് സെയിം. അത് 2 വീതം കൂട്ടിക്കൂട്ടിയാണ്. തുടർച്ചയായ സംഖ്യകൾ ഇരട്ട സംഖ്യകൾ അപ്പോൾ 2 വീതം കൂട്ടിക്കൂട്ടിയാണ്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ശരാശരി എന്ന് പറയുന്നത് ഒത്ത മധ്യത്തിൽ വരുന്നത് 60. ശരാശരി മധ്യത്തിലായിരിക്കും വരുന്നത്. 5 സംഖ്യ എന്ന് പറഞ്ഞാൽ നടുക്ക് അങ്ങോട്ട് ഇവിടെ നമുക്കറിയില്ല. ഇരട്ട സംഖ്യ ആയതുകൊണ്ട് കൂട്ടി എഴുതാം. ഇടത്തോട്ട് വരുമ്പോൾ കുറച്ച് എഴുതാം. അതായത് ഈ 5 സംഖ്യയുടെ ശരാശരി എന്ന് പറയുന്നത് ഒത്ത മധ്യത്ത് വരും. ശരാശരി എന്ന് പറയുന്നത് ഒത്ത മധ്യത്ത് വരുന്നതാണ്. ശരാശരി 60 തന്നിട്ടുണ്ട്. അപ്പോൾ ശരാശരി 60 5 സംഖ്യയുടെ എങ്കിൽ അപ്പുറത്ത് വലത്തോട്ടും 2 സംഖ്യ, ഇടത്തോട്ടും 2 സംഖ്യ. ഇനി നമുക്ക് എഴുതാൻ പറ്റും. 60 അടുത്ത 62 64. ഇനി ഇടത്തോട്ടാകുമ്പോൾ കുറച്ച് എഴുതാം. 58 56. നമുക്കിപ്പോൾ 56 ഉത്തരം. അതായത് ഏറ്റവും ചെറിയ സംഖ്യ ചോദിച്ചാൽ, ഏറ്റവും വലിയ സംഖ്യ ചോദിച്ചതെങ്കിൽ 64 വന്നതിന്. ഇവിടെ ശരാശരി എന്ന് പറയുമ്പം 5 സംഖ്യയാണ്. ഇവിടെ നമുക്ക് മറ്റേത് അറിയില്ല. അതുകൊണ്ട് വലത്തോട്ട് 2 സംഖ്യ ഒത്ത മധ്യത്ത് വരുന്നതാണ് ശരാശരി. ഗ്യാപ്പ് ഒരുപോലെയാണല്ലോ. ഗ്യാപ്പ് 2 വീതം കൂട്ടിയാൽ അപ്പം നടുക്ക് വരുന്നത് 60. വലത്തോട്ട് 2 സംഖ്യ, ഇടത്തോട്ട് 2 സംഖ്യ, ആകെ 5 സംഖ്യ. 5 സംഖ്യയുടെ ശരാശരി എന്ന് പറയുന്നത് ഒത്ത മധ്യത്ത് വരുന്നതാണ് 60. അപ്പോൾ വലത്തോട്ട് 2 സംഖ്യ, ഇടത്തോട്ട് 2 സംഖ്യ. ഇരട്ട സംഖ്യകളായതുകൊണ്ട് 2 വീതം കൂട്ടി എഴുതിയാൽ മതി. 62 64. ഇടത്തോട്ട് വരുമ്പോൾ കുറഞ്ഞു എഴുതിയാൽ മതി. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 56 ഉത്തരം. ഇവിടെ 13 17 19 21 23 ഇവിടെ ഇതിൽ ഒറ്റേനെ കണ്ടെത്താൻ, അതായത് കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്ന്. ഇത് 21 ഉത്തരം. കാരണം 21-ന് 2-ൽ കൂടുതൽ ഘടകങ്ങളുണ്ട്. 1 3 7 21. ബാക്കിയെല്ലാം അഭാജ്യ സംഖ്യകളാണ്. 13-ന് 1 13 മാത്രമേ ഘടകങ്ങളുള്ളൂ. 17-ന് 1 17 മാത്രമേ ഘടകങ്ങളുള്ളൂ. 19-ൻ്റെ ഘടകങ്ങൾ 1 19. ആ സംഖ്യ മാത്രമേ കാണത്തുള്ളൂ. 23-ഉം 1 23 മാത്രമേ ഘടകങ്ങളുള്ളൂ. ഇതിന് 4 ഘടകങ്ങളുണ്ട്. 2-ൽ കൂടുതൽ ഒന്നും ആ സംഖ്യ മാത്രം ഘടകം വന്നാൽ അതിനെ അഭാജ്യ സംഖ്യ എന്ന് പറയും. അതായത് പ്രൈം നമ്പർ. അതായത് ബാക്കി ഈ 21 ഒഴിച്ച് ബാക്കിയെല്ലാം പ്രൈം നമ്പേഴ്സാണ്. ഇത് കോമ്പോസിറ്റ് നമ്പറാണ്. 2 ഘടകങ്ങളിൽ കൂടുതൽ ഒന്നും ആ സംഖ്യ മാത്രം ഘടകങ്ങളുണ്ടെങ്കിൽ പ്രൈം നമ്പറാണ്, അഥവാ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നു. ഇവിടെ ഇത് ക്രിയേറ്റ് ചെയ്യുക. ഇതിന് ബോട്ട്മാസ് റൂൾ വേണം. ഇതിന് ബോട്ട്മാസ് റൂൾ വെച്ച് വേണം ഈ കണക്ക് ചെയ്യാൻ. നമുക്ക് നോക്കാമല്ലോ. 45 മൈനസ് 12 ഗുണം 24 ഡിവൈഡഡ് ബൈ 8 പ്ലസ് 6. അതായത് ഇവിടെ ഇൻറ്റും ഡിവിഷനും മൈനസും പ്ലസ്സും ആവുള്ളൂ. അപ്പോൾ ആദ്യം ഏത് വേണം ചെയ്യാൻ? ഡിവിഷൻ ചെയ്യാം ആദ്യം. 24-നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ 3. പിന്നെ ഇവിടെ അടുത്തോട്ട് എന്തുണ്ട്? ഒരു ഇൻറ്റു 12 ഉണ്ട്. അതിൻ്റെ അടുത്തോട്ട് 45 മൈനസ് 45 അടുത്തോട്ട്. ഇതിൻ്റെ ഇത് കഴിഞ്ഞിട്ട് വലത്തോട്ട് എന്തുണ്ട്? ഒരു പ്ലസ് 6 ഉണ്ട്. അതായത് 24-നെ 8 കൊണ്ട് ഹരിച്ചിട്ട് ഇവിടെ എഴുതുക. അതിൻ്റെ ഇടത്ത് ഭാഗത്തോട്ട് പിന്നെ എന്തുകൊണ്ട്? ഇൻറ്റു 12 മൈനസ് 45. വലത്ത് ഭാഗത്തോട്ട് എന്തുകൊണ്ട്? പ്ലസ് 6. അതായത് ഇനിയും ഗുണിക്കുന്നത് ഒന്നിച്ച് ചെയ്യണം. 45 മൈനസ് ഇനിയും ഗുണിക്കുന്നത് ചെയ്യണം ഒന്നിച്ച്. 12 ഗുണം 3 36 പ്ലസ് 6. ഇനിയും കൂട്ടുന്ന ഒന്നിച്ച് ചെയ്യാം. 45 6 51 മൈനസ് 36. ഉത്തരം 15. ഇത് ബോട്ട്മാസ് റൂൾ വെച്ച് വേണം ചെയ്യാൻ. ഒരിക്കൽ കൂടെ പറയാതെ
ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ 15. അതായത് ഇവിടെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും അഡീഷനും സബ്ട്രാക്ഷനും ഉള്ളത്. അപ്പോൾ DMAS അതെടുക്കണം. DMAS ഡിവിഷൻ ആദ്യം ചെയ്യണം. 24നെ 8 വെച്ച് ഹരിക്കുക, അതായത് 3. അതിൻ്റെ വലത്തോട്ട് പിന്നെ എന്തുകൊണ്ട് ഒരു +6 ഉണ്ട്. ഇതിൻ്റെ ഈ 24/8 ചെയ്തു. ഇതിൻ്റെ ഇടത്തോട്ട് എന്തുകൊണ്ട് × 12 ഉള്ളതങ്ങ് എഴുതുക. അതായത് ഇനി നമുക്ക് ഗുണിക്കുന്നത് ചെയ്യണം. ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ 12 3 എത്രയാണ് 36. ഇത് കഴിഞ്ഞാൽ പിന്നെ വലത്തോട്ടൊരു +6 ഉണ്ട്, ഇടത്തോട്ടൊരു ഉള്ളത് ഇവിടെ എഴുതുക. അപ്പം 45ഉം 6 ഇനി കൂട്ടുന്ന എഴുതാം. കൂട്ടുക കുറയ്ക്കുക അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. 51 - 36 അതായത് 15 വരും ഉത്തരം. 15 ഓപ്ഷൻ എ ആണ് ഉത്തരം. 9/0.9 ഗുണം 9/0.9 അതായത് ഇവിടെ 9 × 9 എത്ര വരും 81 ഇവിടെ ഒരു സ്ഥാനം ഇവിടെ ഒരു സ്ഥാനം 81 ആണ്. ഇവിടെ പോയിന്റ് കഴിഞ്ഞ ഒരു സ്ഥാനം ഇവിടെ പോയിന്റ് കഴിഞ്ഞ ഒരു സ്ഥാനം, അതുകൊണ്ട് 0.81 വരും. അപ്പം ഇങ്ങനെ വരുമ്പോൾ പോയിന്റ് മാറാൻ വേണ്ടി താഴെ മുകളിൽ 100 ഇട്ടം ഗുണിച്ചാൽ മതി. 0.81 × 100. അപ്പം 100 ഇട്ട് ഗുണിക്കുമ്പോൾ 2 സ്ഥാനം വലത്തോട്ട് മാറും. അതായത് 0.81 കഴിഞ്ഞ് 81 കഴിഞ്ഞ് പോയിന്റ് കടന്നിടത്തുനിന്ന് വലത്തോട്ട് മാറും. 81 × 100 ഇതാ പോയിന്റ് അങ്ങ് പോകും 100 ഇട്ട് ഗുണിക്കുമ്പോൾ. അതായത് 8100 പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം, അതായത് 81 × 100/81 സമം നമുക്ക് ഇത് രണ്ടും കട്ടായി പോയിട്ട് ഉത്തരം 100 കിട്ടും. ഒരിക്കൽ കൂടി പറയാം. 9 കൂടെ ഗുണിക്കുന്നു 81/0. ഒരു പോയിന്റ് കഴിഞ്ഞ ഒരു സ്ഥാനം പോയിന്റ് കഴിഞ്ഞ ഒരു സ്ഥാനം 9 കൂടെ ഗുണിക്കുന്നു പോയിന്റ് കഴിഞ്ഞ് ആകെ 2 സ്ഥാനം 0.81. പോയിന്റ് മാറാൻ വേണ്ടി നമ്മൾ 2 സ്ഥാനമായതുകൊണ്ട് താഴെ മുകളിൽ 100 ഇട്ട് ഗുണിക്കുന്നു. 81 × 100/0.81 × 100 അതായത് 81 × 100/81 100 കൂടെ ഗുണിക്കുമ്പോൾ 8100. 2 സ്ഥാനം മാറ്റി കുത്തുന്നു. 81.00 എന്ന് പറയാം 81 തന്നെ. 81 × 100/81 അതായത് ഉത്തരം 100 കിട്ടും. ഇനി 153ന്റെ വർഗത്തോടൊപ്പം ഏത് സംഖ്യ കൂട്ടുമ്പോഴാണ് 154ന്റെ വർഗം. അപ്പം സംഖ്യ നമ്മൾ x എന്ന് കൊടുക്കുന്നു. സംഖ്യ എത്രയാണ് x. 153ന്റെ വർഗത്തോടൊപ്പം x കൂട്ടുമ്പോൾ നമുക്ക് 154ന്റെ വർഗം കിട്ടുന്നു. x കാണാൻ എന്താണ് ഇതിന് ഇപ്പുറം കൊണ്ടുവന്നാൽ മതി. x = 154ന്റെ സ്ക്വയർ. ഈ കടന്ന് ഇപ്പുറം വരുമ്പോൾ മൈനസ് ആകും. -153ന്റെ സ്ക്വയർ സമം a² - b² മോഡലായി. അതായത് 154 a + b × a - b ആണ്. -153 അതായത് സമം 154 + 153 ഗുണം ഇതെന്താ വരും 1 വരും. അതായത് 154 + 153 ആണ് നമ്മുടെ ഉത്തരം. ഇത് ഓപ്ഷൻ ബി 153 + 154 തന്നെ. 154 + 153. 153ന്റെ വർഗത്തോട് ഒരു സംഖ്യ കൂട്ടുമ്പോൾ 154ന്റെ വർഗം കിട്ടുന്നു. ഒരു സംഖ്യയ്ക്ക് വരെ x എന്ന് കൊടുക്കുന്നു. അപ്പം x സമം ഇതിന് ഇപ്പുറം വരും 154 സ്ക്വയർ മൈനസ് 153 സ്ക്വയർ a² - b² a + b × a - b a + b × a - b അതായത് 154 153 1 154 + 153 ഓപ്ഷൻ ബി ആണ്. 4 വർഷം മുമ്പ് മകന്റെ വയസ്സ് അച്ഛൻ്റെ വയസ്സ് ആ ബന്ധമാണ് തന്നേക്കുന്നത്. മകന്റെ വയസ്സുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നതുകൊണ്ട് മകന്റെ വയസ്സ് x എന്ന് കൊടുക്കുന്നു. 4 വർഷം മുമ്പ് അച്ഛൻ്റെ വയസ്സ് എത്രയാണെന്ന് തന്നിട്ടുണ്ട് ബന്ധം 3 മടങ്ങ്. മകന്റെ വയസ്സിന്റെ 3 മടങ്ങ് എന്ന് പറയാൻ 3x. 4 വർഷം മുമ്പത്തെ കാര്യമാണ്. ഇനി അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായം. ഇനി ഞാനിപ്പോൾ പറയുന്നത് ഇപ്പോഴത്തെ പ്രായമാണേ. ഇപ്പോഴത്തെ പ്രായം എത്രയാണ് അച്ഛൻ്റെ 52 തന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ അച്ഛൻ്റെ പ്രായം 52. അപ്പം 4 വർഷം മുൻപ് അച്ഛൻ എത്ര പ്രായം ഉണ്ടായിരിക്കും? അച്ഛൻ എത്ര പ്രായമുണ്ട് 4 വർഷം മുൻപ്? ഇപ്പം 52 ആണെങ്കിൽ അച്ഛന് 4 വർഷം മുമ്പ് 48. 52 4 കുറയ്ക്കുക. 4 വർഷം മുമ്പ് അച്ഛൻ്റെ പ്രായം എത്രയാണ് 3x മകൻ്റെ വയസ്സുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത്. അപ്പം ഇപ്പോഴ് അച്ഛൻ്റെ പ്രായം 52 4 വർഷം മുമ്പ് 52 4 കുറയ്ക്കുക 48. അതായത് 4 വർഷം മുമ്പ്
അച്ഛൻ്റെ പ്രായം 3x എന്ന് പറയുന്നത് 48ആണ്. അപ്പോൾ എക്സിൻ്റെ വില കാണാൻ 48 കൂടെ കിടക്കുന്ന 3 കൊണ്ട് ഹരിക്കുക 16. അപ്പം 4 വർഷം മുമ്പുള്ള എക്സ് കിട്ടി, മകൻ്റെ പ്രായം കിട്ടി 16. 4 വർഷം കഴിഞ്ഞുള്ളത് കാണാൻ ഈ 16 കൂടെ 4 കൂടെ കൂട്ടുക 20 വരും. ഒരിക്കൽ കൂടി പറയാം. 4 വർഷം മുമ്പുള്ള ബന്ധം തന്നിട്ടുണ്ട്. അതായത് മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങായിരുന്നു അച്ഛൻ്റെ വയസ്സ്. എന്തുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു അതിനെ എക്സ് എന്ന് കൊടുക്കുന്നു. അതായത് മകൻ്റെ വയസ്സുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞുകൊണ്ട് മകൻ്റെ വയസ്സ് എക്സ് എന്ന് കൊടുക്കുന്നു. 4 വർഷം മുമ്പ് അപ്പോൾ അച്ഛൻ്റെ വയസ്സുമായിട്ട് എന്താ പറഞ്ഞേക്കുന്നത് 3 മടങ്ങ്, മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങ്, അതായത് 3x. 4 വർഷം മുമ്പ് മകൻ്റെ വയസ്സ് എക്സ് ആയാൽ അച്ഛൻ്റെ വയസ്സ് 3x, 3 മടങ്ങ്. ഇനി അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായം തന്നിട്ടുണ്ട് 52. അപ്പം 4 വർഷം മുമ്പ് അച്ഛൻ എത്ര വയസ്സായിരിക്കും? 52 4 കുറയ്ക്കും 48. അപ്പം 4 വർഷം മുമ്പ് അച്ഛൻ്റെ പ്രായം 3x ആണ്. 3x എന്ന് പറയുന്നത് 48 ആണ്. അതായത് എക്സിൻ്റെ വില 48/3 16. 4 വർഷം മുമ്പ് മകൻ്റെ പ്രായം 16 ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ പ്രായം കാണാൻ ഇതിൻ്റെ കൂടെ 4 കൂടെ കൂട്ടുക 20 എന്ന് കിട്ടും. ഈ ശ്രേണി എങ്ങനെയാണ് പോയേക്കുന്നത്? ശ്രേണിയിലെ അടുത്ത പദം പൂരിപ്പിക്കുക എന്നാണ് ചോദ്യം. 0, 7, 26, 63, 124 എക്സെട്ര. ഈ ശ്രേണിയുടെ ചോദ്യം കുറേ പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് പ്രാക്ടീസ് കൊണ്ട് മാത്രമേ എങ്ങനെയാണെന്ന് മനസ്സിലാവുള്ളൂ. ആദ്യം ഡിഫറൻസ് നോക്കാം. ഇവിടെ 7 അതൊരു വ്യത്യാസം കാണുന്നില്ല. ഇനി നമുക്ക് നോക്കാം. 0, 7 ഇത് 1³ -1 അതായത് 0. ഇനി 2³ -1 8ൽ നിന്ന് 1 പോകുന്നതാണ് 7. ഇനി 3³ -1 27ൽ നിന്ന് 1 പോകുന്നതാണ് 3³ 27, 27ൽ നിന്ന് 1 പോകുന്നതാണ് 26. ഇനി ഇത് 4³ -1 അതായത് 64ൽ നിന്ന് 1 പോകുന്നതാണ് 63. ഈ ശ്രേണി ഈ റിലേഷനിലാണ് പോയേക്കുന്നത്. അതുകൊണ്ട് ഇത് 5³ -1 125ൽ നിന്ന് 1 പോകെ 124. ഇനിയിപ്പോൾ 6³ -1 ആയിരിക്കും അടുത്തത് വരുന്നത്. 6³ എന്ന് പറയുന്നത് 216 വരും. 10 വരെയുള്ള ക്യൂബം കാണാതെ പഠിച്ചാൽ എളുപ്പമായിരിക്കും. 216ൽ നിന്ന് 1 പോകെ 215. ഓപ്ഷൻ എ ആണ് ഉത്തരം. 215 അതായത് 6³ -1. അപ്പം ആദ്യം നമ്മൾ ഈ ശ്രേണി എങ്ങനെ പോയേക്കുന്നതെന്ന് നോക്കുക. ഈ ശ്രേണി ആദ്യം ഫസ്റ്റിൽ ഡിഫറൻസ് നോക്കുക. ഡിഫറൻസ് ഒക്കെ നോക്കിയിട്ടൊന്നും ഒരു ബന്ധവും കാണുന്നില്ല. പിന്നെ നമ്മളിത് കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം കാണുമ്പോൾ മനസ്സിലാകും. 1³ -1 0, 2³ -1 അതായത് 8ൽ നിന്ന് 1 പോകെ 7, 3³ -1 26, 27ൽ നിന്ന് 1 പോകെ, 4³ -1 64ൽ നിന്ന് 1 പോകെ 63, 5³ -1 125ൽ നിന്ന് 1 പോകെ 124. അടുത്ത 6³ -1 6³ എന്ന് പറയുന്നത് 216ൽ നിന്ന് 1 പോകുക, അതായത് 215. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇനി അടുത്തത് ഇതിൽ ഒറ്റ സംഖ്യ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കാമല്ലോ. 15² എന്ന് പറയുന്നത് എത്ര? 225 വരും. ഇത് ഒറ്റ സംഖ്യയാണ്. 5ൽ അവസാനിക്കുന്നത് ഒറ്റ സംഖ്യയാണ്. ഇനി 15² + 5 എന്ന് പറയാൻ 225 + 5 അതായത് 230. ഇതേതാ വരുന്നത്? 230. അതായത് ഇത് 15/10 വരും. 5 + 10. ഇത് ഒറ്റ സംഖ്യയാണ്. ഇത് 5ന്റെ പവർ എത്ര വന്നാലും ഒറ്റയുടെ സ്ഥാനത്തേക്ക് 5 ആയിരിക്കും. 0, 1, 5, 6 ഇവയാണ് ഒറ്റയുടെ സ്ഥാനത്ത് വന്നതെങ്കിൽ അതിൻ്റെ എത്ര തവണ പവർ എഴുതിയാലും ശരി 5 ഒറ്റയുടെ സ്ഥാനത്തെങ്കിൽ 5 തന്നെ വരും. എത്ര തവണ ഗുണിച്ചാലും ഒറ്റയുടെ സ്ഥാനത്ത് 5 വന്നാൽ ഒറ്റ സംഖ്യയാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാ സംഖ്യ വന്നത്? 225, 230, 15/10, 15. ഇത് ഒറ്റ സംഖ്യയാണ്. അപ്പോൾ ഈ 15/10 എന്ന് പറഞ്ഞാൽ എത്ര തവണ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റിൽ ഒറ്റയുടെ സ്ഥാനം 5 ആയിരിക്കും. ഒറ്റയുടെ സ്ഥാനം 5 ആണെങ്കിൽ അത് ഒറ്റ സംഖ്യയാണ്. ഇവിടെ 230 ഇതാണ് ഉത്തരം. കാരണം ഇത് ഒറ്റ സംഖ്യ അല്ല. ഒറ്റ സംഖ്യ അല്ലാത്തത് ഏതെന്നാ ചോദിച്ചേക്കുന്നത്? 15² + 10 ഇത് 5 ഒറ്റയുടെ സ്ഥാനത്ത്. ഒറ്റയുടെ സ്ഥാനത്ത് 5 വന്നാൽ ഒറ്റ സംഖ്യയാണല്ലോ. ഒറ്റയുടെ ഇപ്പം ഈ 225/50 എന്ന് പറഞ്ഞാൽ ഒറ്റയുടെ സ്ഥാനം 5 തന്നെ വരും. 0, 1, 5, 6 ഇവ ഒറ്റയുടെ സ്ഥാനത്ത് വരുവാണെങ്കിൽ പവർ എത്ര വന്നാലും സെയിം തന്നെ ആയിരിക്കും. ഒറ്റയുടെ സ്ഥാനത്ത് 0 ആണെങ്കിൽ 0 തന്നെ വരും. ഒറ്റയുടെ സ്ഥാനത്ത് 1 ആണെങ്കിൽ പവർ എത്ര വന്നാലും 1 തന്നെ വരും. ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക.
40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു കുളത്തിൻ്റെ ചുറ്റളവ് എത്ര? കുളം ഇതാണ്. ഇതിൻ്റെ നീളവും തന്നിട്ടുണ്ട്, വീതിയും തന്നിട്ടുണ്ട്. ലെങ്ത് 40 മീറ്റർ, ബ്രെഡ്ത്ത് 30 മീറ്റർ. ചുറ്റളവ് കാണാൻ ഒരു ഫോർമുല ഉണ്ട്. ചതുരാകൃതിയിലുള്ള കുളമാണ്. അതായത് 2 × L + B = 2 × 40 + 30 = 2 × 70 = 140 മീറ്റർ വരും. വിസ്തീർണമാണ് ചോദിച്ചെങ്കിൽ L × B ചതുരാകൃതിയിലുള്ള ഇത് ചുറ്റളവ് ചോദിച്ചേക്കുന്നതുകൊണ്ട് 2 × L + B കൊടുക്കുക. 2 × 40 + 30 2 × 70 = 140 മീറ്റർ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.